ഒരു 50%-ലധികം ആൾക്കാരിൽ കൗണ്ട് കുറയാറുണ്ട്. അത് സർജിക്കലി കറക്റ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ് വെരിക്കോസീൽ എന്ന് പറഞ്ഞാൽ. രണ്ടാമതായിട്ട് ചെറുപ്പകാലങ്ങളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, മുണ്ടിനീര് പോലെയുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ടെസ്റ്റിസിനെ ബാധിച്ചു കഴിഞ്ഞാൽ വൃഷണങ്ങളെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. മംസ് ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് പുരുഷന്മാരിലെ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വൃഷണങ്ങൾ വളരുന്ന ഒരവസ്ഥയിൽ പ്യൂബർട്ടൽ ഏജ് ഗ്രൂപ്പിൽ അങ്ങനെ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള പുരുഷന്മാരിൽ കൗണ്ട് കുറയാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന എന്തെങ്കിലും ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വൃഷണങ്ങൾ താഴോട്ട് ഇറങ്ങി വരാത്തൊരവസ്ഥയുണ്ട്. അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്ന് പറയും, വയറിനുള്ളിൽ തന്നെ വൃഷണങ്ങളുള്ളത്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിൽ 2 വയസ്സിനപ്പുറം ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും 100% വന്ധ്യത ഉറപ്പാണ്. 2 വൃഷണങ്ങളും വയറ്റിനകത്താണെങ്കിൽ, ഒരു വൃഷണം വയറിൻ്റെ ഉള്ളിലാണെങ്കിൽ അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങി വരാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതും 2 വയസ്സിനുള്ളിൽ തന്നെ കറക്റ്റ് ചെയ്യേണ്ടതാണ്. 2 വയസ്സിനപ്പുറം അതിൽ ഡാമേജ് വരാനും ഒരു വൃഷണം മാത്രം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവുന്നതാണ്. ഡോക്ടർ ഈ പറഞ്ഞ കാരണങ്ങളിൽ എനിക്ക് തോന്നുന്നു കറക്റ്റബിൾ ആയിട്ടുള്ളത് വെരിക്കോസീലാണെന്ന് തോന്നുന്നു. അപ്പം പക്ഷെ ചിലരിൽ കാണാറുണ്ട്, ഇപ്പം നമ്മൾ സെമൻ പാരാമീറ്റേഴ്സ് നോർമൽ ആണെങ്കിലും വെരിക്കോസീൽ കാണുന്നൊരു അവസ്ഥ വരാറുണ്ട് ചിലർക്ക് റുട്ടീനായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളവരും അത് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ടെസ്റ്റിലൂടെ ഇപ്പോൾ വെരിക്കോസീൽ കണ്ടുപിടിക്കുകയും അതിനുശേഷം നമ്മൾ സെമൻ അനാലിസിസ് 2 തവണ ചെയ്യുകയും ചെയ്യണം. ഒരു മാസം ഗ്യാപ്പിൽ 2 തവണ സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ കൗണ്ട് നോർമൽ ആവുകയും മോട്ടിലിറ്റി നോർമൽ ആവുകയും ഉള്ളതിൽ കൂടുതൽ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. ഓപ്പറേഷനോ ഒരു രീതിയിലുള്ള സർജിക്കൽ ചികിത്സയും ആവശ്യമില്ല എന്നുള്ളതാണ്. അതേസമയം ചലനശക്തി മോശം, 50% അതിലധികവും ഡെഡ് സ്പേംസ്, അതായത് തീരെ ചലനശക്തി ഇല്ലാത്തതാണെങ്കിൽ, പക്ഷെ കൗണ്ട് നല്ല കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഓപ്പറേഷൻ കൂടിയേ തീരും ആ പേഷ്യൻ്റ്. ഇത് രണ്ടും കൂടിയ അവസ്ഥ, അതായത് കൗണ്ടും കുറവ് മോട്ടിലിറ്റിയും കുറവ്, അവർക്ക് എന്തായാലും 100% ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഓപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് 100% നമുക്കത് കറക്റ്റ് ചെയ്യാമെന്നുള്ളതല്ല. കാരണം ഈ വന്ധ്യത ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഏതൊരു അസുഖമാണോ കണ്ടുപിടിക്കുക, അത് ചികിത്സിക്കുക, അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക്. ഇതൊരു ആൽഗറിതമിക് പ്രോഗ്രഷനാണ്. ഇന്നത് ചെയ്യുക, അത് ശരിയായോ എന്ന് നോക്കുക, ശരിയായില്ലെങ്കിൽ അടുത്തതിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ ഇതായതുകൊണ്ട് ഇത് ചികിത്സിക്കുക, അത് നേരെയാക്കിയതിന് ശേഷം വീണ്ടും അടുത്തതിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വെരിക്കോസീൽ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളെടുക്കും ഒരു ഇംപ്രൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട്? സാധാരണ രോഗികൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്, ഡോക്ടറെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ ഇതുവരെയും കൗണ്ട് ശരിയായിട്ടില്ലെന്ന്. പക്ഷേ ഒരു ബീജം അതിൻ്റെ നോർമലായിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 65 ദിവസമാണ്, 65 days. അപ്പോൾ 2 മാസത്തിനപ്പുറത്തേക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉടനെ തന്നെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. സാധാരണ നമ്മൾ ഒരു 90 ദിവസം വരെ മരുന്നുകൾ കൊടുക്കാറുണ്ട് രോഗിക്ക്. ആദ്യത്തെ സെമൻ അനാലിസിസ് ഓപ്പറേഷന് ശേഷം ഞാൻ പറയാറുള്ളത് 2.5 മാസത്തിൽ ചെയ്യാനാണ്. 2.5 മാസത്തിൽ ചെയ്യുന്നതിൽ മാത്രമേ നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് ഒരാഴ്ചക്കേക്കോ 2 ആഴ്ചക്കേക്കോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. മിനിമം 75 ദിവസമെങ്കിലും കഴിഞ്ഞ ഒരു സെമൻ അനാലിസിസ് ചെയ്താലേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് എന്താണ് ഗുണമുണ്ടായിരിക്കുന്നത് എന്നുള്ളത്. കൗണ്ട് അല്ലെങ്കിലും ഈ പാരാമീറ്റേഴ്സിൽ എബ്നോർമാലിറ്റി ഉണ്ട്, പക്ഷേ വെരിക്കോസീലോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവരിൽ എന്ത് ചികിത്സയായിരിക്കും നോക്കുന്നത്? വേറൊരു രീതിയിലും കാരണങ്ങൾ കാണാത്ത രോഗികളിൽ നമ്മൾ സ്ത്രീകളിലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അതായത് ഈ സെർവൈക്കൽ, അതായത് വെജൈനോ സെർവൈക്കൽ പ്രോബ്ലംസ്, അതായത് സ്ത്രീകളുടെ യോനിയിലോ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഗർഭാശയ മൊത്തം ഉണ്ടാകുന്ന മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു ഇത്, അതിൻ്റെ ഉള്ളിലൂടെ പെനട്രേറ്റ് ചെയ്ത് നല്ല ചലനശക്തിയുള്ള സ്പേംസ് അതിലൂടെ വേണം യൂട്രസിൽ എത്താനായിട്ട്. അപ്പോൾ ഈ വിസ്കസ് ആയിട്ടുള്ള ഈ മ്യൂക്കസ് ഒരുപാട് ഉണ്ടെങ്കിൽ
ഇതിൻ്റെ ചലനശക്തിയെ ബാധിക്കും, സ്പേംസിൻ്റെ ചലനശക്തിയെ ബാധിക്കും. അപ്പോൾ സ്ത്രീകളിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദമ്പതികളിൽ എന്തെങ്കിലും കൺജനറ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് ജനനേന്ദ്രിയങ്ങളിൽ എന്തെങ്കിലും ജന്മനാ ഉള്ള വൈകല്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അവരോട് കറക്റ്റായിട്ട് ബന്ധപ്പെടേണ്ട രീതിയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഈ പീരീഡ്, സ്ത്രീകളുടെ മെൻസ്ട്രൽ പീരീഡിൻ്റെ ആ ക്രിട്ടിക്കലായിട്ടുള്ള ആ പീരീഡ് എവിടെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓവുലേഷൻ നടക്കുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്യുകയും ആ ദിവസങ്ങളിൽ ബന്ധപ്പെടാനായിട്ട് പറയുകയും ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും ഒരു രീതിയിലും പ്രഗ്നൻസി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളുണ്ട്, രക്തപരിശോധനകളുണ്ട്, ഹോർമോണൽ ടെസ്റ്റുകൾ വീണ്ടും ചെയ്യുകയും. എന്നിരുന്നാലും ഒരു 10% ആൾക്കാരിൽ നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവരെ നമ്മൾ ഇഡിയോപാത്തിക് ഇൻഫെർട്ടിലിറ്റി എന്ന് ഒരു ഡയഗ്നോസിസ് കൊടുക്കുകയും കൃത്രിമമായുള്ള ടെക്നിക്സിലേക്ക് പോകാനായിട്ട് പറയാറുണ്ട്. IVF അല്ലെങ്കിൽ ICSI, അതും സക്സസ് ആവാത്തതുള്ളത് ഡോണർ സെമനോ അല്ലെങ്കിൽ അഡോപ്ഷനോ പറയാറുണ്ട്. ചില ആൾക്കാരിൽ കാണാറില്ല, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി. അതായത് ആദ്യം ഒരു കുഞ്ഞുണ്ടായി, അന്ന് സെമൻ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം രണ്ടാമൊന്നും ട്രൈ ചെയ്തിട്ടായില്ല, സെമൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊരു അബ്നോർമാലിറ്റി കാണുന്നു. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് മെയിനായിട്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുന്നതനുസരിച്ച് കൗണ്ടിൽ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാകും. പക്ഷെ അതൊരു സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഡ്രോപ്പ്. പിന്നെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ, ഒബീസിറ്റി വരാം, ക്രമാതീതമായി തടി വയ്ക്കാം, മദ്യം ഉപയോഗിക്കാം, സ്മോക്കിംഗ് ഉണ്ടാകാം, പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ് വരാം. അതായത് ഇവിടെ ഭാര്യ ഇവിടെയും നാട്ടിലും ഹസ്ബൻഡ് ഗൾഫിലുമായിട്ടുള്ള ഒരവസ്ഥ വരാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ, ഇവർ ചിലപ്പോൾ 2 മാസത്തെ ലീവിനായിരിക്കും അല്ലെങ്കിൽ 1 മാസത്തെ ലീവിനായിരിക്കും ആൾ നാട്ടിൽ വരിക. അപ്പോൾ ആ ഒരു ഓവുലേഷൻ പീരീഡുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ വരുന്ന ഒരു സയൻറ്റിഫിക് അല്ലാത്ത രീതിയിലുള്ള ബന്ധപ്പെടലിലൂടെ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇതെല്ലാം നമ്മൾ ഹിസ്റ്ററി എടുക്കണം രോഗിയിൽ നിന്ന്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഈ രോഗിയിലുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. മദ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മദ്യം വർജിക്കാൻ പറയുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് ഒഴിവാക്കാൻ പറയുക, വേറെ ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകളുടെ ഡോസിലോ അല്ലെങ്കിൽ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തുക, അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ പറയുക. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. സെമൻ ടെസ്റ്റിൽ ഇപ്പം ടോട്ടലി സ്പേംസ് ആബ്സെൻ്റ് ആണെന്നാണ് റിപ്പോർട്ട് വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ പലരും നമ്മൾ പറയുന്ന ഫാക്ട് ആക്സെപ്റ്റ് ചെയ്യാതെ പല രീതിയിലുള്ള ചികിത്സയിലേക്ക് പോവാറുണ്ട്. അപ്പം ഈ ടോട്ടലി സ്പേംസ് ആബ്സെൻ്റ് ആണ് എന്ന് വരുന്ന റിപ്പോർട്ടുള്ള പേഷ്യൻസിനോട് ഡോക്ടർ എന്താണ് പറയുന്നത്? ഈ അസൂസ്പെർമിയ അഥവാ തീരെ സ്പേംസ് ഇല്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരെ അങ്ങനെയുള്ള രോഗികളിലൊരു സ്ട്രിക്റ്റ് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് എത്ര ടെസ്റ്റ് ചെയ്തിട്ടും എത്ര മരുന്നുകൾ കഴിച്ചിട്ടും ഇതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല. ഏറ്റവും കോമൺ ആയിട്ട് നമുക്കിപ്പോൾ ഒരു ജന്മനായുള്ള ഒരു ചേഞ്ചസ്, ലൈക്ക് ഈ സെമൻ ക്യാരി ചെയ്യുന്ന ട്യൂബുണ്ട്, വാസ് ഡെഫറൻസ് എന്ന് പറഞ്ഞാൽ, അത് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട് ചില രോഗികളിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയതിന് ശേഷം മനസ്സിലാക്കുകയാണെങ്കിൽ അവരെ ഒരു രീതിയിലും നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടൊരു പ്രഗ്നൻസി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കൃത്രിമമായ രീതിയിലേക്ക് പറയാറുണ്ട്, IVF അല്ലെങ്കിൽ ICSIയിലേക്ക്. ഈ ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഹോർമോണൽ ചേഞ്ചുകൾ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് തലച്ചോറിൽ നിന്നുണ്ടാകുന്ന ഹോർമോണിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇവരിൽ എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത്. പിന്നെ വൃഷണത്തിൻ്റെ വലിപ്പവും സൈസും അനുസരിച്ച് ക്രോമസോമൽ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ജനറ്റിക് ടെസ്റ്റിംഗ്, കാരിയോ ടൈപ്പിംഗ്, പിന്നെ ഹോർമോണൽ ടെസ്റ്റ്, ഈ 3 എക്സ്ട്രാ ടെസ്റ്റുകൾ നമ്മൾ ഇവരിൽ ചെയ്യാറുണ്ട്. അതിന് ശേഷം ഇവരോട് പറയാറുണ്ട്, നോർമലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള രോഗികളിലാണെങ്കിൽ
അതായത് ടെസ്റ്റിക്കുലാർ സൈസ് അവരുടെ പ്രായത്തിനനുസരിച്ച് നോർമൽ ആവുകയും സ്പേംസ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ടെസ്റ്റിക്കുലർ ബയോപ്സി എന്ന് പറയും. അതായത് വൃഷ്ണങ്ങളിൽ നിന്ന് ബീജം കുത്തിയെടുക്കാനായിട്ടുള്ള ഒരു പരിശോധന നടത്താറുണ്ട്. അങ്ങനെ അവരിൽ ബീജങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവരെ IVF, അതായത് കൃത്രിമമായിട്ടുള്ള ബീജസങ്കലനത്തിന് പറയാറുണ്ട്. രണ്ടാമതായിട്ടുള്ള പേഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടെസ്റ്റിക്കുലർ ബയോപ്സി നെഗറ്റീവായിട്ട് വരും, ഒരു രീതിയിലും സ്പേംസ് കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ള രോഗികളിലും ഇന്നത്തെ കാലത്ത് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. മൈക്രോസ്കോപ്പിക് സ്പേം റിട്രീവൽ എന്ന് പറയുന്നത് സർജിക്കൽ, അതായത് ഈ പുരുഷൻ്റെ അതേ ബീജങ്ങൾ ടെസ്റ്റിസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റിസ് ഓപ്പറേഷന് വിധേയമാക്കി മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി ആ പുരുഷൻ്റെ തന്നെ ബീജം എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സിറിഞ്ചിൽ എടുത്തിട്ട് സൂക്ഷിക്കാറുണ്ട്, ക്രയോപ്രിസർവേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെയും ഉള്ള രോഗികളിൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒന്നും കാണാത്ത രോഗികളോട് നമ്മൾ ഡോണർ സീമൻ ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനോ പറയാറുണ്ട്. അപ്പം ഇത്രയും നേരം പുരുഷ വന്ധ്യതയെ പറ്റിയും അതിൻ്റെ കാരണങ്ങളും ചികിത്സകളെ പറ്റിയും പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു.